പഞ്ചായത്ത്, പാർലമെന്റ്, അസംബ്ലി. സുഷമ പറഞ്ഞതാണ് നാട്ടിലെ ഏറ്റവും വലിയ വിശേഷം. ഡാഡി വന്നിരുന്നെങ്കിൽ ഡാഡിക്ക് നിൽക്കാമായിരുന്നു. അപ്പൊ പിന്നെ മമ്മിയോ? മമ്മി വനിതാ വിഭാഗം. ചന്ദ്രമല തടിച്ചിരിക്കുന്നല്ലോ. ഇവിടുന്ന് അവിടുന്ന് ഭക്ഷണം കഴിക്കല്ലേ? ഈ പെണ്ണൊരു വായാടിയാണെന്ന് തോന്നുന്നല്ലോ. രണ്ടുപേരും മോശമല്ല. അമ്മയും ഒട്ടും മോശമല്ല ചന്ദ്ര. എനിക്ക് അത്യാവശ്യമായി ഒരിടം വരെ പോണം. ഞാൻ വൈകിട്ട് വരാം. ആ, ചന്ദ്രന് വേണ്ടി ഞങ്ങൾ കുറെ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. വേണ്ട, പിന്നെ മതി. അതവിടെ വയ്ക്കും സരസ്വതി. ചന്ദ്രൻ ഇവിടെ തന്നെയുള്ള ആളല്ലേ. അപ്പൊ ഞാൻ വൈകിട്ട് വരാം. നാരങ്ങ വെള്ളം കുടിച്ചിട്ട് പോവാം. വേണ്ട. എന്താ രമണി ഇത്? ഇതൊരാൾക്ക് കൊടുക്കാനുള്ളതല്ലേ? അഴുക്കാക്കി കൊടുത്താൽ ചന്ദ്രൻ എന്ത് വിചാരിക്കും? ഞാനിത് ചന്ദ്രേട്ടനുണ്ടായി കൊടുക്കട്ടെ. ചന്ദ്രൻ വീട്ടിലുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരില്ലേ? ചന്ദ്രേട്ടൻ എന്താ വീട്ടിൽ വരാത്തത്? ഡാഡി മമ്മി എന്നോടാ തിരക്കുന്നത്. വാ ചേട്ടാ, നമുക്ക് വീട്ടിൽ പോവാം. എനിക്ക് ചന്ദ്രേട്ടനെ കാണാതിരിക്കാൻ വയ്യ. ഞാൻ എല്ലാം ഡാഡിയോട് തുറന്നു പറയും. വേണ്ട, കുട്ടി തീരെ ചെറുപ്പമാണ്. പറയും, പറഞ്ഞേ പറ്റൂ. രമണി വീട്ടിൽ പോയിക്കോളൂ. ഞാൻ നാളെ വരാം. വരണം. ഓഫ് കോഴ്സ്. അല്ല, ചന്ദ്രൻ എന്താ ഇവിടെ ഇരിക്കുന്നത്? ഇവിടെ ആരെയും കാണുന്നില്ല. ആര് പറഞ്ഞു? ഞങ്ങളൊക്കെ മുകളിലുണ്ട്. വാ, മുകളിൽ പോവാം. ചന്ദ്രൻ ഇന്ന് വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ വീട്ടിൽ അന്വേഷിച്ചു വരുമായിരുന്നു. ഓഫീസിൽ കുറച്ച് പെൻഡിങ് വർക്ക്. കള്ളം പറയാതെ. ചീട്ടുകളിയിലെ ജോലി. ചീട്ടുകളി മാത്രമേ ഉള്ളൂ? അതോ മലേഷ്യയിൽ ഞങ്ങളെപ്പോലെ? ഹലോ ചന്ദ്രൻ, വരൂ, ഇരിക്കും. നിനക്കും ഇരിക്കാം. കേട്ടോ ചന്ദ്രൻ, ഇതെന്റെ ഒരു ശീലമായി. ഇടയ്ക്കിടയ്ക്ക് ഇവളും കമ്പനി ചേരും. കുട്ടികളെ താഴെ വിട്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ അങ്ങ് കൂടും. യു കെയിം അറ്റ് കറക്റ്റ് ടൈം. വേണ്ട. ഓ, എന്റെ കൂടെ കുടിക്കുന്നതിനാണോ? അങ്ങനെയൊന്നുമില്ലെന്നേ. ഐ ആം ഗെയിം. കേട്ടോ ചന്ദ്ര, മലേഷ്യയിൽ ഞങ്ങളുടെ ഫ്ലാറ്റിന്റെ അടുത്ത് താമസിക്കുന്നവർ പാലക്കാരാ. അവർ അച്ഛനും മക്കളും ഒന്നിച്ചിരുന്ന് മദ്യപിക്കും. കാണാൻ എന്ത് രസമാ. ഓ, അത് കണ്ടാണോ നീയും തുടങ്ങിയത്? പിന്നെ അവിടെ എല്ലാരും അങ്ങനെയല്ലേ? കണ്ടോ കണ്ടോ ചന്ദ്ര, ഇത് സ്ത്രീകളുടെ മാത്രം കഴിവാണ്. ഓരോന്നിനും ഓരോ എക്സ്ക്യൂസ്. ഇവൾ എന്നെക്കായാലും കൂടുതൽ കുടിക്കുമെന്ന് പറഞ്ഞാൽ ചന്ദ്രൻ വിശ്വസിക്കുന്നു. നിങ്ങൾ എന്തിനാ ഇതൊക്കെ ചന്ദ്രനോട് പറയുന്നത്? ചന്ദ്രന് നിങ്ങൾ നന്നായിട്ട് അറിഞ്ഞൂടെ? അതിരിക്കട്ടെ. യു വോണ്ട് ബിയർ? നോ അങ്കിൾ. ഞാൻ നിർബന്ധിക്കുന്നില്ല. ഐ റിയലി അപ്രീഷിയേറ്റ് യുവർ ഗേൾ. ഇത്ര ചെറുപ്പത്തിൽ. ചന്ദ്രൻ എന്താ ചെറുപ്പം? പെണ്ണ് കിട്ടില്ലെന്ന് പറഞ്ഞ് നടക്കുകയല്ലേ? എന്താ തീരുമാനത്തിൽ വല്ല മാറ്റമുണ്ടോ? നീ അതും ഇതും പറയാതെ പോയി ഊണ് വിളമ്പ്. ചന്ദ്ര, നന്ദി വാക്ക് പറയാന്ന് വിചാരിക്കരുത്. മക്കളുടെ ഓരോ എഴുത്തു വരുമ്പോഴും ഞങ്ങൾ അവരുടെ കൂട്ടത്തിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ സുരക്ഷിതത്വം ചന്ദ്രന്റെ കൂടെ അവർക്കുള്ളതായി ഞങ്ങൾക്ക് തോന്നാറുണ്ട്. ചന്ദ്രനോട് എന്തിനാ നന്ദി പറയുന്നത്? അനിയത്തിമാരായിട്ട് വേറെ ആരാ ഉള്ളത്? ബൈ ദ ബൈ, ഹൗ ഈസ് കമലം? കമലച്ചേച്ചിയും കുട്ടികളും അടുത്ത ആഴ്ച വരുന്നുണ്ട്. ബ്രദറിൻലോ ഓൾ ഇന്ത്യ ടൂറിൽ. നീ താഴെ പോയി എന്തെങ്കിലും കഴിക്കാനെടുക്ക സരസ്വതി. ഞങ്ങൾ ഇതാ വരുന്നു.
മമ്മി എപ്പോഴും വരുമ്പോ ലേറ്റ് ആവാറുണ്ടോ? സായിബച്ചനല്ലേ, തീരുമ്പോഴേ വരൂ. ചിലപ്പോ ചന്ദ്രാട്ടം കൊണ്ടുവരും. ദീപാരാധനയ്ക്ക് സമയമായി, വാ പോവാ. ഞാൻ വരുന്നില്ല. മമ്മി നമുക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുന്നുണ്ട്. വാ മോളെ, വാശി പിടിക്കാതെ. ഈ പുഴയും പാടവും അമ്പലവും നീയും എനിക്കെന്നും പ്രിയപ്പെട്ടതാണ് മോളെ. നിനക്കതറിയില്ല. മോള് വന്നെന്ന് ചന്ദ്രൻ പറഞ്ഞു. ഹോസ്റ്റൽ ഇഷ്ടപ്പെട്ടില്ലെന്നും പറഞ്ഞു. എന്ന് ഞാൻ ആരോടും പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ നിർബന്ധിച്ചിട്ടല്ലോ ഹോസ്റ്റലിലോട്ട് പോയത്. അത് ഞാൻ പറഞ്ഞില്ല. സോറി മാഡം, അടിയന്റെ പഴമനസ്സിൽ തോന്നിയോണ്ട് പറഞ്ഞത്. എന്നാ വാ, വീട്ടിൽ പോ. അല്ല, നിങ്ങൾക്കൊല്ല ആഹാരം കഴിക്കണ്ടേ? ചോറ് വിളമ്പാൻ പറയാം. ചേട്ടാ, ഞാൻ കാപ്പി കൊണ്ടുവരാം. ഇങ്ങോട്ട് വാ. ചേട്ടാ, എത്തിക്കാൻ വയ്യല്ലേ? കള്ളൻ. എനിക്ക് വേണ്ട. ഒരു സിപ്പ് എഴുതാട്ടെ മാഡം. ഐ ടേക്ക് ഇറ്റ് ആസ് ആൻ ഇൻസൾട്ട്. നിങ്ങളാണ് എന്നെ ഇൻസൾട്ട് ചെയ്തത്. എന്നെ ബലാത്സംഗം ചെയ്യാനുള്ള കരുത്ത് നേടാനല്ലേ നിങ്ങൾ കുടിക്കുന്നത്? എനിക്ക് കഴിവില്ലാത്തത് കൊണ്ടാണ് നീ ഹോസ്റ്റലിൽ പോയി നിൽക്കുന്നതെന്ന് എന്റെ സ്നേഹിതന്മാർ എന്നോട് പറയും. അതും ഞാൻ സഹിക്കും. സത്യമല്ലേ അവർ പറയുന്നത്? ഞാൻ ഏത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറുള്ള ഭാര്യയാണ്. പക്ഷെ ഒരു തെരുവ് പെണ്ണായി പെരുമാറാൻ എനിക്കാവില്ല.
എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിയാതെ വരും. പ്രദീപനെങ്കിലും എന്നെ മനസ്സിലാവും. എന്റെ ആദ്യത്തെ തെറ്റ് വിവാഹം കൊണ്ടത് പരിഹരിക്കാമെന്ന് ഞാൻ ആശിച്ചു. ഇനി ഒന്നുകൂടി തെറ്റിയാൽ എന്റെ വീട്, അച്ഛൻ, അനിയത്തി, അവളുടെ ഭാവി, എനിക്ക് വയ്യ. വീട്ടിൽ പോയാൽ ഭർത്താവുമായി അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ രമണി കഴിയുമോ? എന്ത്? എനിക്കും അതറിഞ്ഞൂടാ. എന്തിനാണ് അറിഞ്ഞുകൊണ്ടൊരു ഗതികേടിലേക്ക്? രമണി, വേണമെങ്കിൽ നമുക്ക് ഇത്ര അടുത്ത് കാണാതിരിക്കാം. പക്ഷേ രമണി ഇവിടം വിട്ട് പോകാതിരിക്കെങ്കിലും ചെയ്തുകൂടെ? രമണി എന്നെ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നില്ലേ? രമണി, നീ എവിടേക്കും പോകുന്നില്ല. പോവാൻ കഴിയുമോ രമണി? ചിറകുമായി നീ പിറകെ വരല്ലേ വരല്ലേ.